നോക്കൂ, ഈ ലോകം ഒരു കളിസ്ഥലമാണ്. ഇവിടെ ഓരോ മനുഷ്യനും ഓരോ കളിക്കാരനാണ്. പക്ഷേ വ്യത്യാസം ഇത്രമാത്രമാണ്: ചിലർ കളിയിൽ ജയിക്കുന്നു, മറ്റു ചിലർ ഭാഗ്യത്തെ പഴിചാരി ജീവിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ലേ? നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവർക്ക് വില നൽകുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ തിരികെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? അവഗണന, ഇഗ്നോർ ചെയ്യപ്പെടൽ, തള്ളിക്കളയൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കാൻ മറന്നുപോകാൻ മാത്രം നിങ്ങൾ അത്രയ്ക്ക് മോശമാണോ? തെറ്റ് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ചിന്താഗതിയുടേതാണ്. നിങ്ങൾ സ്വയം വില കുറഞ്ഞവരായി കാണുന്നു. മറ്റുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകുന്ന ഒരാളായി, ഈസിലി അവൈലബിൾ, നിങ്ങൾ സ്വയം മാറ്റുന്നു. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ആരും ഒരു വിലയും കൽപ്പിക്കില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ സത്യം. പക്ഷേ ആ ചിന്ത മാറ്റാനുള്ള സമയമായി. ഇന്ന് നമ്മൾ ചാണക്യനീതിയുടെ ആ ഗൂഢമായ രഹസ്യം തുറക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളെ ആരവഗണിക്കുന്നുവോ, നാളെ അവർ നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കാൻ കൊതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ശക്തിയാണിത്. ഇതൊരു മാജിക് അല്ല, ഇതൊരു തന്ത്രമാണ്, സ്ട്രാറ്റജി. ആചാര്യ ചാണക്യൻ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും വില കൊടുക്കുന്നത് വിഡ്ഢിത്തമാണ്. അവഗണനയെ തന്റെ ശക്തിയായി മാറ്റി മറ്റുള്ളവർ തന്നെ കിട്ടാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തം വില വർദ്ധിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇതിന്റെ നേരായ അർത്ഥമിതാണ്: ആളുകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശമാണെന്നല്ല കരുതേണ്ടത്, മറിച്ച് അവരെ ആകർഷിക്കാനുള്ള പ്രഭാവം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലില്ല എന്നാണ്. പക്ഷെ അത് മാറ്റാൻ സാധിക്കും. ആ മാറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഓർക്കുക, നിങ്ങൾക്ക് വില തരാത്തവർ കാണിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നാണ്. പക്ഷെ സത്യത്തിൽ ഇതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും മനുഷ്യൻ വില കൊടുക്കില്ല എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1. പിന്മാറാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ അവരുടെ പിന്നാലെ നടക്കരുത്. അവരിൽ നിന്ന് സ്വയം അകലം പാലിക്കുക. 2. നിങ്ങളുടെ വ്യക്തിത്വത്തിലും കഴിവുകളിലും സ്കിൽസ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വില കൂടാത്ത കാലത്തോളം ആളുകൾ നിങ്ങളെ നിസ്സാരമായി മാത്രമേ കാണൂ. 3. നിങ്ങളുടെ നിഗൂഢത, മിസ്റ്ററി കാത്തുസൂക്ഷിക്കുക. എല്ലാം തുറന്നു കാണിക്കുന്നത് ഏതൊരു കാര്യത്തെയും ബോറടിപ്പിക്കും. കഷ്ടപ്പെട്ട് കിട്ടുന്നതിനെ മാത്രമേ ആളുകൾ ആഗ്രഹിക്കൂ. ഈ ലോകത്ത് മനുഷ്യന് എന്ത് വില കിട്ടണം എന്നത് അവൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ സ്വയം വിലകെട്ടവനായി കണ്ടാൽ ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണും. നിങ്ങൾ സ്വയം വിലപിടിപ്പുള്ളവനായി കണ്ടാൽ ലോകവും നിങ്ങളെ അതേ ആദരവോടെ നോക്കും. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾ നിങ്ങളെ അവഗണിച്ചു. നിങ്ങൾ രാവും പകലും അവരെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്നു. ഇതിൽ നിന്ന് എന്ത് കിട്ടി? വേദനയും അപകർഷതാബോധവും ദേഷ്യവും മാത്രം. എന്നാൽ അതേ ഊർജം സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചാലോ? ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളെ തെരഞ്ഞുവരും. ഇനി ചോദ്യമിതാണ്: സ്വന്തം വില എങ്ങനെ കൂട്ടാം? 1. സ്വയം മെച്ചപ്പെടുത്തുക. ആളുകളെ ആകർഷിക്കുന്ന ഗുണങ്ങൾ നിങ്ങളിൽ വളർത്തുക. നിങ്ങളുടെ അറിവും കഴിവും വ്യക്തിത്വവും ശക്തമാക്കുക. നിങ്ങൾ സ്പെഷ്യലാകുമ്പോൾ ആളുകൾ തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരും. 2. ലഭ്യത കുറയ്ക്കുക. ബി ലെസ് അവൈലബിൾ. എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒരാളാകരുത്. നിഗൂഢമായിരിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ആളുകൾക്ക് ആകാംക്ഷയുണ്ടാകൂ. 3. വൈകാരികമായി ശക്തരാകുക. ആരെങ്കിലും വില തരാത്തതുകൊണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം കുറയരുത്. ആരുടെയെങ്കിലും പെരുമാറ്റം നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മാനസിക കരുത്ത് വർദ്ധിപ്പിക്കുക. 4. ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യം തോന്നിക്കട്ടെ. നിങ്ങളുടെ കൈവശം അപൂർവമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ തേടിവരും. നിങ്ങളുടെ അസാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു കുറവായി തോന്നണം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആൾക്കൂട്ടത്തിനിടയിലും ചിലർ തിളങ്ങി നിൽക്കുന്നതും എന്നാൽ മറ്റു ചിലർ എത്ര ശ്രമിച്ചാലും അവഗണിക്കപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണിങ്ങനെ? കാരണം ഒന്നേയുള്ളൂ: മാനസിക കരുത്ത്. സ്വന്തം ബുദ്ധി ശരിയായി ഉപയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുന്നു. വികാരങ്ങൾക്കടിമപ്പെടുന്നവർ ജീവിതത്തിൽ തോറ്റുപോകുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നവർ ജയിക്കുന്നു. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? നിങ്ങൾ അവർ ഇല്ലാതെ അപൂർണനാണെന്നും എപ്പോഴും അവർക്കായി കാത്തിരിക്കുകയാണെന്നും അവർ കരുതുന്നു. അവരുടെ ശ്രദ്ധ കിട്ടാൻ നിങ്ങൾ എന്തും ചെയ്യുമെന്ന് അവർക്കറിയാം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ സ്വയം ദുർബലനും വില കുറഞ്ഞവനുമായി നിൽക്കുന്നിടത്തോളം കാലം ആരും നിങ്ങൾക്ക് വില തരില്ല. ഇനി സമയമായി നിങ്ങളുടെ അസാന്നിധ്യം ആളുകൾക്ക് അനുഭവപ്പെടണം. ഇനി ഹൃദയം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് കളിക്കണം. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു കാര്യം എളുപ്പത്തിൽ ലഭിക്കുന്നിടത്തോളം കാലം അതിന് വിലയുണ്ടാകില്ല. എന്നാൽ അത് അപൂർവമാകുമ്പോൾ അത് സ്വന്തമാക്കാൻ ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകും. ഇനി സ്വയം ചോദിക്കുക: ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ മാത്രം നിങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ലഭ്യമാണോ? അതെ എന്നാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ സമയമായി. നിഗൂഢനാകാൻ മിസ്റ്റീരിയസ് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ ആളുകളുടെ താൽപ്പര്യം കുറയും. നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക. പെട്ടെന്ന് അപ്രത്യക്ഷനാവുക. സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക. നിങ്ങൾ വലിയ കാര്യങ്ങളിൽ തിരക്കിലാണെന്ന് ആളുകൾക്ക് തോന്നണം. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഗൗരവം കൊണ്ടുവരിക.
എപ്പോഴും തമാശ പറഞ്ഞു നടന്നാൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആഴമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കും. വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക. ആൾക്കൂട്ടത്തിന്റെ ഭാഗമായാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താൽ ആളുകൾ നിങ്ങളെ തേടിവരും. ഇനി ഞാൻ വളരെ ശക്തമായൊരു മനഃശാസ്ത്രപരമായ തന്ത്രം പറഞ്ഞുതരാം. ആരെങ്കിലും നിങ്ങൾക്ക് വില തരണമെങ്കിൽ ആദ്യം അവരുടെ പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ മാറണം. അതെങ്ങനെ? നിങ്ങളെ അവഗണിച്ച വ്യക്തിയെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങൾക്ക് സമയം തരാത്ത വ്യക്തിക്ക് വേണ്ടി നിങ്ങളും ഒട്ടും സമയം കൊടുക്കരുത്. ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ആളല്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന പേടി വരുമ്പോൾ മാത്രമേ അവർ നിങ്ങൾക്ക് വില തന്നു തുടങ്ങുകയുള്ളൂ. ഇനി ചോദ്യം ഇതാണ്: ആളുകളുടെ മനസ്സിൽ നമ്മുടെ വില എങ്ങനെ കൂട്ടാം? അതിനായി 3 ശക്തമായ തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1. സ്വയം പര്യാപ്തരാകുക. ആവശ്യക്കാരനാകരുത്. ഈ ലോകത്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. നിങ്ങൾ ആരെങ്കിലും ഇല്ലാതെ അപൂർണനാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരിക്കലും സീരിയസായി എടുക്കില്ല. മറ്റുള്ളവരെ ആശ്രയിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അവഗണന ലഭിക്കും. എന്നാൽ നിങ്ങൾ സ്വയം പര്യാപ്തനാകുമ്പോൾ അതേ ആളുകൾ നിങ്ങളെ കിട്ടാൻ കൊതിക്കും. 2. സ്വന്തം സമയത്തിന്റെ വില മനസ്സിലാക്കുക. ചാണക്യനീതി പറയുന്നു, സ്വന്തം സമയത്തിന് വില കൽപ്പിക്കാത്തവന് ഒരിടത്തും വിലയോ അംഗീകാരമോ കിട്ടില്ല. നിങ്ങളെപ്പോഴും ആളുകൾക്കു വേണ്ടി ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല. എപ്പോഴും എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി നിങ്ങൾ മാറണം. നിങ്ങൾ തിരക്കുള്ളവരാണെന്ന് ബിസി ആളുകൾക്ക് തോന്നുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. 3. ആളുകൾ നിങ്ങളെ തിരയുന്ന രീതിയിൽ സ്വയം ശക്തനാക്കുക. ആളുകൾ നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ആളുകൾ വില നൽകുന്ന നിലയിലേക്ക് സ്വയം വളരുക. അറിവും വിജയവും ആത്മവിശ്വാസവും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളെ തേടിയെത്തും. ചിലർ നമ്മളെ എളുപ്പത്തിൽ അവഗണിക്കുന്നതും എന്നാൽ അതേ ആളുകൾ മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നതും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലരുടെ സാന്നിധ്യം തന്നെ ആളുകളെ ആകർഷിക്കുന്നത്, എന്നാൽ ചിലർക്ക് സ്വയം തെളിയിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുന്നത്? ഓർക്കുക, സ്വയം ബഹുമാനിക്കാൻ അറിയാവുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ. ആരെങ്കിലും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദുർബലനാണെന്നല്ല, മറിച്ച് നിങ്ങൾ സ്വന്തം വില കുറച്ചു കാണിച്ചുവെന്നാണ്. ഇനി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് കളിക്കാൻ സമയമായി. നിങ്ങളില്ലാതെ അവരെ അസ്വസ്ഥരാക്കാൻ സമയമായി. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങൾ ആരെയെങ്കിലും ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ ആരെയും ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ ശക്തനാകുന്ന ദിവസം അതേ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുവരും. ഇനി ചോദ്യം: ഒരാളെ നമ്മളില്ലാതെ എങ്ങനെ അസ്വസ്ഥനാക്കാം? ഉത്തരം ലളിതമാണ്. അവരുടെ ചിന്താഗതി മനസ്സിലാക്കി ശരിയായ നീക്കം നടത്തുക. ഇനി ഞാൻ 4 ശക്തമായ വഴികൾ പറഞ്ഞുതരാം. ഇത് ചെയ്താൽ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളെ കിട്ടാൻ കൊതിക്കും. 1. ഞാൻ എപ്പോഴും നിനക്കായി ഉണ്ടാകില്ല. സ്വയം അപൂർവമാക്കുക. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ എപ്പോഴും ലഭ്യമാണ് എന്നതാണ്. എപ്പോഴും ആർക്കെങ്കിലും വേണ്ടി തയ്യാറായി നിന്നാൽ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കില്ല. ഇനി നിങ്ങൾ എന്തു ചെയ്യണം? അപ്രത്യക്ഷനാവുക. പെട്ടെന്ന് നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക. പണ്ട് പെട്ടെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണ്ട. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഉടനെ മറുപടി നൽകരുത്. ദിനചര്യ മാറ്റുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ എളുപ്പത്തിൽ കിട്ടില്ല എന്ന് വരുമ്പോൾ ഇവന് പെട്ടെന്ന് എന്തുപറ്റി എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. 2. എന്റെ ശ്രദ്ധ ഇപ്പോൾ എന്റെ വളർച്ചയിൽ മാത്രമാണ്. സ്വയം തിരക്കുള്ളവനാക്കുക. നിങ്ങളില്ലാതെ അപൂർണമാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ സ്വയം തിരക്കുള്ളവനാക്കുക. ഓർക്കുക, സ്വയം മെച്ചപ്പെടുത്തുന്നവരുടെ പിന്നാലെ മാത്രമേ ഈ ലോകം പോകൂ. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിക്കും. ഇനി എന്തു ചെയ്യണം? പണ്ടത്തേക്കാൾ തിരക്കുള്ളവനായി കാണിക്കുക. പുതിയ കഴിവുകൾ പഠിക്കുക. ജിമ്മിൽ പോവുക. പുസ്തകങ്ങൾ വായിക്കുക. സ്വന്തം കാര്യങ്ങളിൽ നിക്ഷേപിക്കുക. ആരെങ്കിലും ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്തുന്ന തിരക്കിലാണ് എന്ന് മറുപടി നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എന്തോ നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കും. 3. ഞാനിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാനും വിഷമിക്കാനും വേണം എന്നാണ്. എന്നാൽ അവരുടെ ആ പ്രതീക്ഷ നിങ്ങൾ തകർക്കണം. ഇനി മുതൽ അവരുടെ ഒരു കാര്യത്തിനും അമിതമായി പ്രതികരിക്കരുത്. അവരെ പുകഴ്ത്തുന്നത് നിർത്തുക. അവരുടെ കാര്യങ്ങൾ അവഗണിക്കുക. അവർ മുന്നിൽ വന്നാൽ ഒരു ചെറിയ ചിരി മാത്രം നൽകി കടന്നുപോവുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു വേവലാതിയുമില്ലെന്ന് കാണുമ്പോൾ അവർ അസ്വസ്ഥരായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. 4. നിങ്ങളിപ്പോൾ എന്റെ മുൻഗണനയല്ല. പ്രയോറിറ്റി. ഇഷ്ടങ്ങൾ മാറ്റുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ധൈര്യം നിങ്ങൾ എപ്പോഴും അവർക്കായി ഉണ്ടാകും എന്ന ചിന്തയാണ്. ആ ചിന്ത തകർക്കാൻ സമയമായി. നിങ്ങളുടെ മുൻഗണനകൾ മാറ്റുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. നീ എന്താ പഴയതുപോലെയല്ല എന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് മറുപടി നൽകുക. നിങ്ങളുടെ ലോകം അവരിൽ നിന്ന് മുന്നോട്ടു പോയി എന്ന് കാണുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരും.
ഇനി നമ്മളൊരു മാസ്റ്റർ പ്ലാൻ സംസാരിക്കാം. ഇത് നിങ്ങളുടെ ഇമേജ് എത്രത്തോളം ശക്തമാക്കുമെന്നാൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല. സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക. സ്വയം ഒരു ലെവൽ മുകളിൽ നിർത്തുക. നിങ്ങളുടെ ശരീരഭാഷ, സംസാരിക്കുന്ന രീതി, വസ്ത്രധാരണം എന്നിവ മാറ്റുക. നിങ്ങളിൽ ഒരു പുതിയ ആത്മവിശ്വാസം വന്നെന്ന് കാണുമ്പോൾ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിതരാകും. നിഗൂഢമായിരിക്കുക. ബി മിസ്റ്റീരിയസ്. എപ്പോഴും എല്ലാം തുറന്നു പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്തപ്പോൾ ആളുകൾക്ക് താൽപ്പര്യം കൂടും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുക. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കയ്യിൽ കരുതുക. ഏതെങ്കിലും കഴിവോ പ്രത്യേകതയോ ആകാം. നിങ്ങളുടെ കൈവശം അപൂർവമായ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ സ്വയം ശക്തനാകാൻ തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കി. സ്വയം അപൂർവമായി, റെയർ, ആത്മാഭിമാനം ഏറ്റവും മുകളിൽ വെച്ചു. എന്നാൽ ഇനി യഥാർത്ഥ കളി തുടങ്ങാൻ സമയമായി. ഇനി നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളില്ലാതെ അസ്വസ്ഥരാകും. പണ്ട് നിങ്ങൾക്ക് വില തരാത്തവർ ഇപ്പോൾ നിങ്ങളെ കിട്ടാൻ കെഞ്ചും. ഓർക്കുക, എളുപ്പത്തിൽ കിട്ടാത്ത ഒന്നിനുവേണ്ടിയേ മനുഷ്യൻ അസ്വസ്ഥനാകൂ. ഇനി നിങ്ങളുടെ തന്ത്രം ഒരു ലെവൽ കൂടി ഉയർത്തണം. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരാൾ നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങളില്ലാതെ അവർ അപൂർണമാണെന്ന് തോന്നുന്ന നിമിഷം അവർ നിങ്ങളെ തിരഞ്ഞുവരും. അതിനായി 5 ശക്തമായ വഴികൾ ഇതാ. 1. ഞാനിപ്പോൾ പഴയതുപോലെയല്ല. സ്വയം പൂർണ്ണമായും മാറുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരെ ആവശ്യമാണെന്നാണ്. ആ ചിന്ത മാറ്റണം. നിങ്ങളുടെ ശരീരഭാഷ മാറ്റുക. ആത്മവിശ്വാസം കൂട്ടുക. ലുക്കിലും വസ്ത്രധാരണത്തിലും മാറ്റം വരുത്തുക. സംസാരശൈലി മാറ്റുക. ശാന്തനും സ്വയം പര്യാപ്തനും നിഗൂഢനുമാവുക. നിങ്ങളെ ആകെ മാറിയതായി കാണുമ്പോൾ ഇവന് പെട്ടെന്നെങ്ങനെ ഇത്രയും കോൺഫിഡൻസും ആകർഷണീയതയും വന്നു എന്നവരുടെ മനസ്സ് ചോദിക്കും. അവിടെയാണ് അവരുടെ അസ്വസ്ഥത തുടങ്ങുന്നത്. 2. ഞാനിപ്പോൾ ആരുടെയും ആവശ്യമല്ല, ആഗ്രഹമാണ്. സ്വന്തം വില കൂട്ടുക. ആളുകൾ നിങ്ങളെ മിസ് ചെയ്യുന്ന അത്രയും നിങ്ങളുടെ വില കൂട്ടുക. സ്വയം ബഹുമാനിക്കുന്നവരെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. ഇനി എന്തു ചെയ്യണം? നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വളർച്ച കാണിക്കുക. പക്ഷെ അത് വെറുമൊരു ഷോ ഓഫ് ആകരുത്. യഥാർത്ഥ മാറ്റം കൊണ്ടുവരിക. എപ്പോഴും ഒരു ഉയർന്ന നിലവാരമുള്ള വ്യക്തിയായി സ്വയം പെരുമാറുക. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം അവർക്കാണെന്ന് വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. 3. നിങ്ങൾ മാത്രമല്ല എന്റെ ലോകം. പുതിയ ബന്ധങ്ങൾ. നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്നവർ കരുതുന്നു. ഇനി എന്തു ചെയ്യണം? പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. പുതിയ ഹോബികൾ, യാത്രകൾ, പുതിയ അവസരങ്ങൾ എന്നിവ ജീവിതത്തിൽ കൊണ്ടുവരിക. പഴയ രീതികൾ പൊളിച്ചെഴുതുക. നിങ്ങളുടെ ലോകം ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആവേശകരമായ പുതിയ കാര്യങ്ങൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത കൂടും. 4. എനിക്കിപ്പോൾ നിങ്ങളെ ആവശ്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റാരെയും ആശ്രയിച്ചല്ല എന്ന് മനസ്സിലാക്കുന്ന ദിവസം ആളുകൾ നിങ്ങളെ കിട്ടാൻ കൊതിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കുക. അമിതമായി സന്തോഷമോ ദുഃഖമോ കാണിക്കാതിരിക്കുക. ആ വ്യക്തി പെട്ടെന്ന് തിരിച്ചുവരാൻ ശ്രമിച്ചാൽ ചാടിക്കയറി ആവേശഭരിതനാകരുത്. അവരുടെ സ്ഥാനം പഴയതുപോലെയല്ല എന്ന് അവരെ അറിയിക്കുക. നിങ്ങളുടെ ലോകത്ത് അവർക്ക് വലിയ സ്ഥാനമില്ലെന്ന് കാണുമ്പോൾ അവർ നിങ്ങളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും. 5. ഞാൻ നിനക്കൊരു ഓപ്ഷനല്ല, പ്രയോറിറ്റിയാണ്, മുൻഗണന. നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടാക്കുക. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന പേടി ആളുകളിൽ ഉണ്ടാക്കുക. കരിയറിലും ശരീരത്തിലും മനസ്സിലും നിങ്ങൾ അത്രയേറെ ശക്തനാവുക. നിങ്ങളെപ്പോലെയാകാൻ ആളുകൾ ആഗ്രഹിക്കണം. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരെയല്ല, ഉയർത്തുന്നവരെ കൂടെ കൂട്ടുക. സ്വന്തം കഴിവുകൊണ്ട് നിങ്ങൾ വലിയ ഉയരത്തിലെത്തിയെന്ന് കാണുമ്പോൾ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ ആരെയും ആവശ്യമില്ലാത്ത വിധം ശക്തനായി. ആളുകൾ നിങ്ങളില്ലാതെ അപൂർണമാണെന്ന് തോന്നിത്തുടങ്ങി. പക്ഷേ പണ്ട് നിങ്ങളെ അവഗണിച്ച വ്യക്തി എങ്ങനെ അസ്വസ്ഥനാകും? ഒരാൾ അസ്വസ്ഥനാകുന്നത് സ്വന്തം തെറ്റ് മനസ്സിലാക്കുമ്പോഴാണ്. പക്ഷെ അപ്പോഴേക്കും വൈകിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ അവരെ നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ എളുപ്പത്തിൽ പിടികൊടുക്കില്ല. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് വില തരാത്തവർക്ക് നിങ്ങളുടെ അസാന്നിധ്യം, ആബ്സെൻസ് കൊണ്ട് ശിക്ഷ നൽകുക. നിങ്ങളുടെ മൗനം കൊണ്ടും വിജയം കൊണ്ടും അവർക്ക് മറുപടി നൽകണം. അതിനായി 5 മാസ്റ്റർ സ്ട്രോക്സ് ഇതാ. 1. നീ ഇപ്പോൾ എനിക്കൊരു ഓർമ്മ മാത്രമാണ്. അവരുടെ ഒരു കാര്യത്തിനും ഇനി വലിയ പ്രാധാന്യമില്ല എന്ന് കാണിക്കുക. നിങ്ങൾ അവരുടെ ഭൂതകാലത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് അവർക്ക് തോന്നണം. അവർ സംസാരിക്കാൻ ശ്രമിച്ചാൽ തണുപ്പൻ മറുപടി നൽകുക. സോഷ്യൽ മീഡിയയിൽ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലും മുകളിലെത്തി എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. നേരിട്ട് കണ്ടാൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല എന്ന രീതിയിൽ പെരുമാറുക. നിങ്ങൾ അവരുടെ ലോകത്തിന്റെ ഭാഗമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവരുടെ സമാധാനം പോകും. 2. നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകി നഷ്ടബോധമുണ്ടാക്കുക. തന്റെ സ്ഥാനം മറ്റൊരാൾ എടുത്തു എന്നറിയുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ വലുതാക്കുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. നിങ്ങളുടെ സന്തോഷം കാണിക്കുക.
അവർ നോക്കുമ്പോൾ നിങ്ങളുടെ ലോകത്ത് അവർക്ക് ഒരിടവുമില്ല എന്ന് തോന്നണം. നിങ്ങളെ അവർക്ക് ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ മുന്നോട്ടു പോയി എന്ന് കാണുമ്പോൾ അവർ തകർന്നുപോകും. 3. എനിക്കിപ്പോൾ നിനക്കായി സമയമില്ല. നിങ്ങളുടെ വില അറിയിക്കുക. അവർക്കു വേണ്ടി ചിലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമില്ല എന്ന് കാണിക്കുക. സംസാരിക്കാൻ വന്നാൽ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുക. പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിസ്സാരമായി തള്ളിക്കളയുക. നിങ്ങൾ അവർക്ക് സമയം കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്കുള്ളിൽ നീറ്റലുണ്ടാകും. 4. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. വികാരമില്ലാത്ത പെരുമാറ്റം. വഴക്കില്ല, തർക്കമില്ല, വെറും തണുപ്പൻ പെരുമാറ്റം മാത്രം. നിങ്ങളെ ഇങ്ങോട്ട് വന്ന് അനുനയിപ്പിക്കാൻ നോക്കിയാൽ അവഗണിക്കുക. അടുക്കാൻ ശ്രമിച്ചാൽ അകലം പാലിക്കുക. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു പേടിയുമില്ല എന്ന് കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വേദനിക്കും. 5. നിനക്കിനി എന്നെ കിട്ടില്ല. തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് മാറുക. നിങ്ങളെ സ്വന്തമാക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും നിങ്ങളുടെ വില കൂട്ടുക. കരിയറിലും ജീവിത ലക്ഷ്യങ്ങളിലും അത്രയേറെ ഉയരത്തിലെത്തുക. നിങ്ങളെ കണ്ട് അവർക്ക് അസൂയ തോന്നുന്ന അത്രയും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. താൻ നിങ്ങൾക്ക് യോഗ്യനല്ല എന്നവർക്ക് തോന്നുമ്പോൾ അവരുടെ അസ്വസ്ഥത അതിന്റെ ഉച്ചയിലെത്തും. ഇപ്പോൾ നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിങ്ങളില്ലാതെ അപൂർണമാണെന്ന് തോന്നുന്ന അവസ്ഥയിലെത്തി. ഇവന് നേരത്തെ വില കൊടുക്കാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ വളരെ വൈകിപ്പോയി. അവർക്ക് പശ്ചാത്താപം മാത്രമേ ബാക്കിയുള്ളൂ. അവർ രാത്രികളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കും. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കും. പഴയ കാര്യങ്ങൾ ഓർക്കും. നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കും. പക്ഷെ നിങ്ങൾ എന്തു ചെയ്യും? അവർക്ക് വീണ്ടും അവസരം കൊടുക്കുമോ? അതോ അവഗണിച്ച സ്ഥലത്ത് തന്നെ അവരെ വിടുമോ? ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളോട് നീതികേട് കാണിച്ചവരോട് നിങ്ങൾ അത്രയേറെ വിജയിച്ചു കാണിക്കുക. അവർ ചെയ്തതോർത്ത് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കണം. എന്തുകൊണ്ടാണ് പണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ വരുന്നത്? അതിന് 5 കാരണങ്ങളുണ്ട്. 1. അവർ നിങ്ങളെ നിസ്സാരമായി കണ്ടു. പക്ഷേ നിങ്ങൾ മഹത്തായ വ്യക്തിയായി മാറി. നിങ്ങൾ എങ്ങും പോകില്ല എന്നവർ കരുതി. പക്ഷേ നിങ്ങളുടെ വിലയും ആത്മവിശ്വാസവും കൂടിയപ്പോൾ അവർക്ക് വലിയ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. 2. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായിരുന്നു. നഷ്ടപ്പെടുമ്പോഴാണ് ചിലർക്ക് വില മനസ്സിലാവുക. നിങ്ങൾ അവർക്ക് നിരുപാധികമായ സ്നേഹവും സമയവും നൽകിയിരുന്നു. പക്ഷേ അവർ അത് കണ്ടില്ല. ഇപ്പോൾ നിങ്ങൾ പോയപ്പോൾ അവർക്ക് ആ ശൂന്യത അനുഭവപ്പെടുന്നു. 3. അവർക്ക് നിങ്ങളുടെ വില മനസ്സിലായി, പക്ഷേ വൈകിപ്പോയി. കൂടെയുള്ളപ്പോൾ ആർക്കും വില അറിയില്ല. അകന്നു പോകുമ്പോഴാണ് നിങ്ങൾ എത്ര സ്പെഷ്യലായിരുന്നു എന്നവർക്ക് മനസ്സിലാവുക. നിങ്ങളുടെ കരുതലും സ്നേഹവും അവർ മിസ് ചെയ്യുന്നു. 4. നിങ്ങളില്ലാതെ അവർക്ക് അപൂർണത അനുഭവപ്പെടുന്നു. നിങ്ങൾ മുന്നോട്ടുപോയി, പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു. തെറ്റ് തിരുത്താൻ അവർ ആഗ്രഹിക്കുന്നു, പക്ഷേ സമയം കഴിഞ്ഞുപോയി. 5. നിങ്ങൾ അവർക്കൊരു സ്വപ്നമായി മാറി. ആചാര്യ ചാണക്യൻ പറയുന്നു, കിട്ടില്ല എന്നുറപ്പാകുന്ന കാര്യത്തിനാണ് ഏറ്റവും വില കൂടുക. പണ്ട് അവഗണിച്ചവർ ഇപ്പോൾ നിങ്ങളെ കിട്ടാൻ എന്തും ചെയ്യും. പക്ഷേ നിങ്ങൾ അവർക്ക് തൊടാൻ കഴിയാത്ത ഒരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷേ അവർ മെസ്സേജ് അയക്കും, ഫോൺ ചെയ്യും, മാപ്പ് ചോദിക്കും. പക്ഷേ തീരുമാനം നിങ്ങളുടേതാണ്. വീണ്ടും അവസരം കൊടുക്കണോ, അതോ അവഗണിച്ച സ്ഥലത്ത് തന്നെ അവരെ വിടണോ? ഓർക്കുക, ഇന്ന് നിങ്ങളെ ആര് അവഗണിക്കുന്നുവോ അവർ നാളെ നിങ്ങൾക്കായി കാത്തുനിൽക്കും. അപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ദൂരം മുന്നിലെത്തിയിട്ടുണ്ടാകണം. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഞ്ചിരി മാത്രം നൽകി മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാണക്യനീതിയുടെ ഇത്തരം ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.